തുടരുന്നു. AK അഭിലാഷ്, വാക്പോരുകൾ തീരുന്നില്ല. വനമന്ത്രി പറഞ്ഞതിൽ വലിയ പ്രതിഷേധമുയരുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. വനം നിയമ ഭേദഗതിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സുജിയ, ഈ കർഷകരും അതായത് സഭയും അതോടൊപ്പം തന്നെ സർക്കാരും നേർക്കുനേർ വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വനംവകുപ്പിന്റെ ഈ നിയമവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ സഭയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ നിയമ ഭേദഗതി ഇപ്പോൾ വരികയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മന്ത്രി തന്നെ പറയുന്നത് കാലാനുസൃതമായുള്ള പരിഷ്കരണം മാത്രമാണ് ഈ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് മന്ത്രി ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ സഭയോ കർഷകരോ ഇത് മുഖവിലയ്ക്കെടുക്കുന്നില്ല. ഇതിന് പിന്നാലെ തന്നെ കേരള കോൺഗ്രസും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നിയമ ഭേദഗതിക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ അവർ കാണുകയും ചെയ്തു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനം അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുകയും ചെയ്തത്. പക്ഷേ അപ്പോൾ പോലും ഇപ്പോൾ സഭാ നേതൃത്വത്തിന്റെ അതായത് മലയോര മേഖലയിലെ കർഷകരെ സംബന്ധിച്ച് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന വിഷയം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് സഭാ നേതൃത്വവും ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അവർ പറയുന്നത് കിരാതമായ ഒരു നിയമമാണ്. അതായത് ഇപ്പോൾ ഈ ഫോറസ്റ്റ് അകത്ത് തന്നെയായിരുന്നു ഇപ്പോൾ ഈ നിയമം ബാധകമാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ കുറെ കൂടി പുറത്തേക്ക് പോലും ഈ നിയമം ബാധകമാക്കുന്നു എന്ന് തന്നെയാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ന്യായീകരിക്കുന്ന മന്ത്രിക്ക് നേരം വെളുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയമായി തന്നെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടി സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാവുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി ഈ സർക്കാർ പരിശോധിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കർഷകർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ അതിന് തക്കതായ ഒരു സർക്കാർ, നല്ലൊരു സർക്കാർ ആയിരിക്കണം. അത്തരമൊരു സർക്കാർ ആണ് ഇത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ബിഷപ്പ് മാർ റബിജോസ് ചിഞ്ചനാനി പറയുന്നത്. ഏതായാലും ബിഷപ്പിന്റെ ഭാഗത്ത് പറയുന്നത് ഈ കിരാത നിയമമാണിത്. ഈ കിരാത നിയമം പിൻവലിക്കണം, അല്ലാതെ യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനുമില്ല, അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ്, പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ കടക്കുന്നതെന്നാണ് ഇപ്പോൾ മാർ റബിജോസ് ചിഞ്ചനാനി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സുജിയ. AK അഭിലാഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.